ഹായ് ഹലോ എല്ലാവർക്കും ക്വിക്ക് ഷോട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 23ാമത്തെ ഗവർണറാണ്. ഗോവയാണ് സ്വദേശം. ഇതിനു മുമ്പത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലെ 42ാമത്തെ ഗവർണറായി ചുമതലയേറ്റു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി BR ഗവായി 52ാമത് ചീഫ് ജസ്റ്റിസാണ് BR ഗവായി. ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാശിവ്. ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്നത് വാത്മീക് ദാപ്പർ. 2025 മെയ് 31 അദ്ദേഹം അന്തരിച്ചു. 2025 പാംഡിയോർ പുരസ്കാരം നേടിയത് ഇറാനിയൻ ചലച്ചിത്ര നിർമ്മാതാവായ ജാഫർ പനാഹി. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന രാഷ്ട്രീയ നാടകത്തിനാണ് പുരസ്കാരം. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് വേദി ഗുമി ദക്ഷിണ കൊറിയ. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത് ചൈന. 24 മെഡലുകളുമായി 2ാം സ്ഥാനം നേടിയത് ഇന്ത്യ. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് വേദി ഗുമി ദക്ഷിണ കൊറിയ. 1ാം സ്ഥാനം ചൈന. 24 മെഡലുകളുമായി 2ാം സ്ഥാനത്ത് ഇന്ത്യ. ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ താരം ജാവലിൻ ത്രോയിൽ സച്ചിൻ യാദവ് ജാവലിൻ ത്രോ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത്? കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ കൈരളി. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആലപ്പുഴ. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? MROOP. ഉത്തർപ്രദേശിലെ ഝാൻസി റാണി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് വീരാംഗന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്കു കീഴിലെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി യാത്രി മിത്ര സേവ. ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെൻഡുലം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്